ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ വിളിക്കും. അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ താമസിക്കുന്ന ഏരിയ ഒന്ന് നമ്മളെ കാണിച്ചു തരുമോ? ഓഫ് കോഴ്സ് ഞാൻ കാണിച്ചു തരാം. ഞാനും റീസെൻ്റ്ലി ആണ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ആയത്. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങൾ കാണാനൊക്കെ. അപ്പോൾ ഞാനും കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ കാണാൻ പോകുന്ന സ്ഥലങ്ങൾക്ക് നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ കാണുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഓരോ ടവേഴ്സാണ്. പിന്നെ താഴെ റോഡുകൾ, വണ്ടികളെല്ലാം പോകുന്നു. പിന്നെ അവിടെ സ്റ്റോക്ക്ലാൻഡ് എന്ന് എഴുതി കാണുന്നുണ്ടോ, കോൾസ് ആൽഡി എന്നുള്ള പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മോള്. നമ്മൾ അവിടെ പോയിട്ടാണ് സാധനമൊക്കെ മേടിക്കാറ്. പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന നമ്മുടെ പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പ്, പിന്നെ അങ്ങോട്ട് കുറേ വീടുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബസ് സർവീസ് ഉണ്ട്. പിന്നെ കുറച്ചപ്പുറം തന്നെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ചുറ്റുവട്ടമൊക്കെ ആദ്യം തന്നെ കണ്ടിട്ട് വരാം. നമ്മളപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ കയറുന്നുണ്ട്. ഈ ലിഫ്റ്റിൽ നമുക്കിങ്ങനെ ഞെക്കിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും ആ ഫ്ലോറിലേക്ക് പോകില്ല. പോകണമെങ്കിൽ നമുക്ക് ഈ NFC കാർഡ് വേണം. ഈ കാർഡ് ആക്സസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ലിഫ്റ്റും ഈ പ്രിമൈസസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വാക്ക് വേ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ അടുത്തുള്ള ടവേഴ്സാണ്. ഇവിടെ കുറച്ച് വാക്ക് വേസ് കാര്യങ്ങളും, പിന്നെ എക്സസൈസ് ചെയ്യേണ്ടവർക്ക് എക്സസൈസ് ചെയ്യാം. പിന്നെ താഴെ ജിമ്മുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്ക് വേ ആണ്. അങ്ങനെ നടക്കാൻ പറ്റിയ ഒരു വാക്ക് വേ. പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവർ. പിന്നെ അതുപോലെ ഇവിടെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഗ്രിൽ സ്റ്റേഷനുണ്ട്. നമുക്ക് ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി നല്ല 2 പെഗ്ഗൊക്കെ അടിച്ച് ഇരിക്കാൻ പറ്റിയ നല്ലൊരു നൈറ്റ് നല്ല ആംബിയൻസ് ആണ്. ഇതാണ് ഗ്രിൽ സ്റ്റേഷൻ. ഇതിൻ്റെ കീ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആൾക്കാർ വന്ന് ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി ഇട്ടിട്ട് പോകണം അടുത്ത ആൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ 2 ഗ്രിൽ സ്റ്റേഷനുണ്ട്. ഒന്ന് ആ സൈഡിലും ഒരു ഗ്രിൽ സ്റ്റേഷനുണ്ട്. ഞാൻ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് ഭയങ്കര സൺലൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോസ് എടുക്കുന്നത് ഇവിടെ നിന്നിട്ടാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇത് പിന്നെ ഒരു ചെറിയൊരു വാക്കിംഗ് ഏരിയ പോലെയാണ്. വൈകുന്നേരങ്ങളിൽ ഈ ഫ്ലാറ്റിലുള്ള കുറേ പേര് അവരുടെ കിഡ്സുമായിട്ടും പിന്നെ കുറച്ച് വയസ്സായ ആൾക്കാരിൽ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി നടക്കുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ ഏരിയ കൂടെയൊക്കെ നടക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മേലത്തെ ഭാഗം. മേലെ കൂടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കണ്ടുപരിചയം ഉണ്ടാവും. എൻ്റെ വീഡിയോസ് കൂടുതലും ഞാൻ എടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ ടോട്ടൽ 4 ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ 2 ലിഫ്റ്റും പിന്നെ അവിടെ 2 ലിഫ്റ്റും, അങ്ങനെ ടോട്ടൽ 4 ലിഫ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ കാണാൻ മാത്രമൊന്നുമില്ല ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് ഹാർബർ ബ്രിഡ്ജ് കാണുന്നതാണ്. ഇനി നമുക്ക് ന്യൂ ഇയർ നമുക്ക് അവിടെ പ്ലേസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ മേലെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫയർ വർക്ക്സ് ഒക്കെ ഇവിടെ നിന്ന് കാണാം. ഇതൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. വൈകുന്നേരങ്ങളിൽ കുറേ കുട്ടികളോട് വന്ന് എന്തൊക്കെയോ കളിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുകയാണ്. പുറത്ത് കിടന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സ്പോട്ടുണ്ട്. ഈ ഫ്ലാറ്റിൽ മൊത്തം 2 ബാർബിക്യൂ സ്പോട്ടാണുള്ളത്. ഈ ഭാഗത്തും ഒന്ന് പിന്നെ ആ ലാസ്റ്റ് ഡെഡ് എൻഡിലാണുള്ളത്. അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചുറ്റോടെ കണ്ടിട്ട് വരാം. കമോൺ. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പോസ്റ്റ് ബോക്സ്. നമ്മുടെ ലെറ്ററുകളും മറ്റും ഇതിനുള്ളിലാണ് അവരിട്ടിട്ട് പോകാറുള്ളത്. നമുക്കിന്ന് എന്തെങ്കിലും ലെറ്റർ ഉണ്ടെന്ന് ജസ്റ്റ് തുറന്നു നോക്കാം. ഒരു ലെറ്റർ വന്നിട്ടുണ്ടല്ലേ, അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള റോഡാണിത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം ഷോപ്പുകളും പിന്നെ മുകളിലേക്ക് താമസിക്കാനുള്ള റൂമുകളാണുള്ളത്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ടിൽ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മോള്. അപ്പം ഈ 2 സൈഡിലും നമുക്ക് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഡേ കെയർ സെൻ്ററും ജിമ്മും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മോള്. കാണുമ്പോൾ ചെറുതാണെങ്കിലും പക്ഷെ ഇത് ഭയങ്കര നീളത്തിലുള്ള വലിയൊരു ഷോപ്പിംഗ് മോളാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട എല്ലാ ഷോപ്പുകളും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു പോവുകയാണ് കേട്ടോ. ഈ കാണുന്നതിൽ ഓരോ ഷോപ്പുകളാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ബോക്സ്. പണ്ട് നമ്മുടെ നാട്ടിലില്ലായിരുന്നു ഇതേപോലെ, പക്ഷെ ഷേപ്പ് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ. ഓസ്ട്രേലിയ എല്ലാ സ്ഥലത്തും ഇപ്പോഴും ഈ പോസ്റ്റ് ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ ഇപ്പോൾ അത് കാണുന്നുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പിംഗ് മോള്. ഷോപ്പിംഗ് മോളിൽ നേരെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് ഷോപ്പിംഗ് മോളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ ഷോപ്പിംഗ് സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്ന്
കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഈവനിങ് ടൈമിൽ നല്ല റഷാണ്, കുറേ ആൾക്കാരുകൾ നല്ല ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കലും തമാശ പറയലൊക്കെ ഉള്ള സ്ഥലമാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നല്ല മെയിൻറ്റെയിൻ ആയിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കൗൺസിൽ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ, നമുക്ക് നമ്മുടെ ചുറ്റുവട്ട കാഴ്ചകൾ മൊത്തം കാണിച്ചു തരണ്ടേ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം മോളിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതേപോലെയുള്ള ലോക്കൽ ഷോപ്പുകളുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ വൈഫൈ പോയിന്റ്. ഹോസ്റ്റലിലെ എല്ലാ ഭാഗത്തും ഇതുവരെ ഫോൺ ബൂത്ത്, അതോടൊപ്പം തന്നെ ഫ്രീ വൈഫൈ അവൈലബിൾ ആയ സ്ഥലങ്ങളുണ്ട്. ഇത് നമുക്ക് സിറ്റിയിലോ അല്ലെങ്കിൽ ഏതൊരു ലോക്കൽ സ്ഥലങ്ങളിൽ പോയാലും എല്ലായിടത്തും ഈ വൈഫൈ സ്പോട്ടുകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ നാട്ടിലെ ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് ആ കാണുന്ന റെഡ് കളർ മാറി ഗ്രീൻ കളർ ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഗ്രീൻ ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഓസ്ട്രേലിയയിലെ ലോറി. കാണാൻ നല്ല ലുക്കല്ലേ, നല്ല മസ്കുലൈൻ ലുക്ക്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ, അതിനോട് ചേർന്ന് തന്നെ ഉണ്ടാവും ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് വൈഫൈ സ്പോട്ടും ഫോൺ ബൂത്തും. ഇത് ഫ്രീ ആണ് കേട്ടോ, അൺലിമിറ്റഡ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. നിങ്ങൾക്കറിയാലോ, ഓസ്ട്രേലിയയിലെ ആളുകളെക്കാട്ടും കൂടുതൽ കങ്കേരേഴ്സ് ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും കാണാത്തത്. അങ്ങനെയല്ല, അവിടെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടാവും, ഞാൻ മാത്രമാണ് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഇവിടെ ടൈമിങ്ങിനനുസരിച്ചാണ് ബസ് വരുന്നത്. അത് ഓരോ പ്ലാറ്റ്ഫോമിൽ ബസ്സുകൾ അതിൻ്റെ ടൈമിന് വന്ന് ചേരുന്നതായിരിക്കും. ബസ് സ്റ്റേഷൻ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. നമുക്കവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് കണ്ടാലോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വരെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകും. നമുക്ക് ഇവിടുന്ന് സിറ്റി സർക്കിളിലേക്കും അതുപോലെ സിറ്റിയുടെ പല ഭാഗത്തേക്കും നമുക്ക് ഇവിടുന്ന് ട്രെയിൻ ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നതിൽ ഇതാണ് നമുക്ക് ടാപ്പ് ചെയ്യേണ്ട സ്ഥലം. നമ്മൾ ട്രെയിനിൽ കയറുവാണെങ്കിൽ നമ്മളിവിടെ ടാപ്പ് ചെയ്യുകയും ചെയ്യണം, ഇറങ്ങുമ്പോൾ ടാപ്പ് ഓഫ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കേട്ടോ. ഇവിടെ റോഡിന് രണ്ട് സൈഡ് ഇതേപോലെ പാത്ത് ഉണ്ട് കേട്ടോ, ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമുക്കിവിടെ നിയറസ്റ്റ് ആയിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈവനിങ് ടൈമെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ഗ്രൗണ്ട്സ് ഉണ്ട് കേട്ടോ. അതുപോലെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ കുറേ പാർക്കുകളുണ്ട്. ഞാൻ താമസിക്കുന്ന ചുറ്റുവട്ടം തന്നെ ഒരു 3-4 പാർക്കുണ്ട് നമ്മുടെ ഈ ഒരു 200 മീറ്ററിനുള്ളിൽ തന്നെ. അപ്പൊ അതിലൊരു പാർക്കാണിത്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ പാർക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അപ്പൊ ഇന്ന് ഇവിടെ എന്തോ സ്കൂളില് പിള്ളേരുടെ എന്തോ കോമ്പറ്റീഷൻ നടക്കുമെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഓസ്ട്രേലിയ സാധാരണ വീടുകൾ. ഇതെല്ലാം ഓടിട്ടാണ് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ. പക്ഷെ ഇത് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നു, പക്ഷെ ഉള്ളിൽ നല്ല സൗകര്യവും നല്ല ലക്ഷറി ആയിരിക്കും. അങ്ങ് കാണുന്നില്ല, അതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ കയറിയിട്ട് ഇപ്പം ഞാൻ എന്തായാലും ട്രെയിൻ വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷന്റെ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ നമുക്ക് അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും, ഇനി എത്ര സമയം കഴിഞ്ഞിട്ട് ട്രെയിൻ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേയിൽ നോക്കി നോക്കാം. ഇപ്പൊ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ട്രെയിനിന്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി കേട്ടോ. പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് വായനശാല. ഏത് മുക്കിലും പോയാലും പോയിട്ടുണ്ടായിരുന്നു നമുക്ക് വായനശാലകൾ കാണാൻ വരുന്നു. അതുപോലെ തന്നെയാണ് സിഡ്നിയുടെ എല്ലാ സ്ഥലങ്ങളിലും ലൈബ്രറി ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെക്കാട്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ലൈബ്രറിയാണ് കേട്ടോ. ഇവിടെ ലൈബ്രറിയിൽ വരുന്ന എല്ലാവർക്കും അവർക്ക് പാർക്കിന് അത്യാവശ്യമായ സ്പേസുകൾ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 24/7 പോലെയാണ് ഇവിടുത്തെ മിക്ക ലൈബ്രറികളും. അത് ഓരോ ലൈബ്രറിക്കും വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ അടുത്തുള്ള ഏത് ലൈബ്രറിയാണോ അവരുടെ വർക്കിംഗ് ടൈമും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ പോയി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഏരിയയിലുള്ള ലൈബ്രറി. ഇത് വലിയൊരു ലൈബ്രറിയാണ്. ഇനി നമ്മുടെ ലൈബ്രറിന്റെ ബാക്ക് സൈഡാണ്. ഇത് ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചങ്ങോട്ട് നിങ്ങൾ നടന്ന് കാണിക്കുന്നു. ഈ കാണുന്ന 2 സൈഡും റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ചെറിയ യൂണിറ്റ് പോലെയാണ് ഇവിടെ വീടുകൾ. അതായത് നമ്മുടെ ചെറിയ അപ്പാർട്ട്മെന്റുകളിൽ ഇതിനിവിടെ പറയുന്ന യൂണിറ്റുകൾ എന്നാണ് പറയുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ കൗൺസില്. ഇവിടെ സ്പ്രിങ് കഴിഞ്ഞ് വിന്റർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഈ മരമൊക്കെ ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ കൗൺസിലാണ്. നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്. അതുപോലെ നമുക്ക് എന്താവശ്യത്തിനും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കൗൺസിൽ.
ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഞാൻ താമസിക്കുന്ന ഏരിയയിലെ പോസ്റ്റ് ഓഫീസാണിത്. നല്ല ക്യൂട്ട് പോസ്റ്റ് ഓഫീസ് അല്ലേ? ഇത് നല്ല കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റെഡും വൈറ്റും. ഇവിടെയും നമുക്ക് ഫോൺ ബൂത്തുകളും വൈഫൈ സ്പോട്ടുകളും ഉണ്ട്. ഇവിടെയാണ് നമുക്ക് വരുന്ന കൊറിയറൊക്കെ, നമുക്ക് വലിയ പാക്കേജാണ് നമ്മൾ ഇവിടെ പോയി കളക്ട് ചെയ്യണം. ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ വീട്ടിൽ കൊണ്ട് തരുന്നതാണ്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടാലോ. ഇതാണ് ഇവിടുത്തെ പോലീസിന്റെ വണ്ടികളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ഏരിയയിലെ പോലീസ് സ്റ്റേഷൻ കേട്ടോ. നിങ്ങൾ കാണുന്നില്ല ഒരാൾ ചീറിപ്പാഞ്ഞു വരുന്നത്? ഇതാണ് ഇവിടുത്തെ ബസ് സർവീസ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ താമസിക്കുന്ന ഏരിയയിൽ കുറേ പാർക്കുകളുണ്ടെന്ന്. അതിൽ വേറൊരു പാർക്കാണ് ഇത്, കിങ്സ് പാർക്ക്. ഇവിടെ ഈവനിങ് നല്ല റഷ് ആയിരിക്കും. കൂടുതലും ഇവിടെ പാരൻസും ചിൽഡ്രൻസും ആണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള കുറേ എക്യുപ്മെന്റ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീക്കെൻഡ്സ് നല്ല ഫുട്ബോളും വോളിബോളും കളിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് കൂടിയുണ്ട്. നല്ല വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ് വീക്കെൻഡുകളിൽ. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബ്ബ് കേട്ടോ. ഇവിടെ ചൂതാട്ടും, അതുപോലെ നിങ്ങൾക്ക് ചൂതാട്ടം ഇഷ്ടമില്ലാത്തവർക്ക് എന്തെങ്കിലും IPL മത്സരങ്ങളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് പോയി കളിയൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. എന്ത് ക്ലീൻ ആൻഡ് നീറ്റിലാണ് ഇവിടെ എല്ലാ സ്ഥലവും ഇട്ടിരിക്കുന്നത്. അതിനാണ് ഇവർക്കൊരു കൈ കൊടുക്കേണ്ടത്. നമ്മുടെ നാട് എന്നും ഇതേപോലെയൊക്കെ ആവുമോ? താമസിക്കുന്ന ഏരിയയിൽ ഒരു 150 മീറ്ററിനുള്ളിൽ തന്നെ ഒരു 3 പള്ളികളുണ്ടാവും. അതിൽ ഒന്നാമത്തെ പള്ളിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നതാണ് രണ്ടാമത്തെ പള്ളി. ഇതൊരു കാത്തലിക് ചർച്ചാണ്. ഞാൻ സൺഡേസിൽ കൂടുതലും ഈ പള്ളിയിലാണ് പോകാറ്. ബിക്കോസ് എൻ്റെ ടൈമിങ്ങിനനുസരിച്ചുള്ള മാസ് ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ടൈം സ്കെഡ്യൂൾ നോക്കിയിട്ട് വേണം നമ്മൾ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ചർച്ചിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫയർ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിയൊന്ന് സഹായിക്കുന്നത് ഈ ഫയർ സ്റ്റേഷനിലെ ആൾക്കാരാണ് കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ആണ് കേട്ടോ. ഇതും നമ്മുടെ വീടിന് അടുത്തുള്ള തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. ഇന്ന് എല്ലാ പ്ലേ ഗ്രൗണ്ടിലും ഇന്ന് കോമ്പറ്റീഷൻ നടക്കുകയുള്ളൂ. എന്ത് പറ്റി? ഇതും അത്യാവശ്യം വലിയൊരു പ്ലേ ഗ്രൗണ്ട് ആണ് കേട്ടോ. ഈവനിങ് ഒക്കെ വോക്കിനും അതുപോലെ ജോഗിങ്ങിനൊക്കെ മോർണിംഗ് ആൾക്കാർ വരുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് കൂടിയാണിത്. എന്തായാലും ഇത്രയും നേരം നടന്നതല്ലേ, കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കാണുന്നതാണ് ഫയർ സ്റ്റേഷൻ. നമ്മൾ നേരത്തെ കണ്ട ചർച്ചില്ലേ, അതിന്റെ ഫ്രണ്ട് എന്നുള്ള ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ? ഇവിടെ 3 പള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലെ 3ാമത്തെ പള്ളിയാണിത് കേട്ടോ. ഇത് ചെറിയ പള്ളിയാണ്. ഇവിടെ സൺഡേസിൽ മാത്രമാണ് മാസ് സർവീസ് ഉള്ളത്, അല്ലാത്തപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ഈ പെട്രോൾ പമ്പ് കാണിച്ചു തന്നില്ലേ, ആ പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്. ഇവിടെ പെട്രോൾ സ്റ്റേഷന്റെ ഒപ്പം തന്നെ ചെറിയൊരു ഷോപ്പ് കൂടി ഉണ്ടാവും. അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ താമസിക്കുന്ന ഏരിയയിലെ ചുറ്റുവട്ട കാഴ്ചകൾ. അപ്പൊ നമ്മുടെ ചുറ്റുവട്ട കാഴ്ചകൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സിയ.